എനിക്ക് ആരോടും വാശിയുണ്ടായിരുന്നു, എനിക്ക് എന്നോട് തന്നെ വാശിയായിരുന്നു. എന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു എനിക്ക്. കാരണം ഞാൻ പലപ്പോഴും ആക്സിഡന്റ് പറ്റിയ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും മരണത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ വോയിസ് ആരെങ്കിലും കേൾക്കും, എന്നെ കേൾക്കാൻ നാലാളുണ്ടാവുമല്ലോ എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്റെ കൂടെ നിൽക്കാൻ ഒരാളെ എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. 22ാമത്തെ വയസ്സിലെ ആ ഇൻസിഡന്റിന് ശേഷം ആകെ കൈമുതലായിട്ടുണ്ടായിരുന്നത് ഒരു തീക്കനലായിരുന്നു. ആ തീക്കനൽ പിന്നെ ഒരു തീഗോളമായിട്ട് മാറി. ആ തീഗോളം ഇന്നൊരു വലിയൊരു പ്രകാശമായി നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. MBFലെ പുതിയൊരു അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഷെറിൻ ഷഹാന, വീട് വയനാടാണ്. 22 ബാച്ച് സിവിൽ സർവന്റ് ആണ്. ഞാനിപ്പോ ഒരു 1.5 വർഷമായിട്ട് സിവിൽ സർവീസ് ട്രെയിനിങ്ങിലാണ്. ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസിലാണ് പോസ്റ്റിംഗ്. 22 വയസ്സിലായിരുന്നു എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിരുന്നത്. ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. PGന്റെ എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വെക്കേഷൻ, ഐ മീൻ എക്സാമിന്റെ ലാസ്റ്റ് ഒരു എക്സാം ഉണ്ടായിരുന്നു തോന്നുന്നു. എക്സാമിന്റെ എല്ലാം കഴിഞ്ഞ് ആ എക്സാമിന് വേണ്ടി വെക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഞാൻ ടെറസിൽ തുണി എടുക്കാൻ പോയതായിരുന്നു. പെട്ടെന്ന് സ്ലിപ്പായി കാല്. കാരണം തലേന്ന് നല്ല മഴയുണ്ടായിരുന്നു. വയനാടാണ്, എപ്പോഴും മഴയുണ്ടാവും. അങ്ങനെ ഒരു മഴയത്തായിരുന്നു. അപ്പൊ കാല് സ്ലിപ്പായി. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സംഭവിച്ചത്, ഞാൻ ബാക്ക് ഇടിച്ചിട്ടായിരുന്നു വീണത്. അപ്പോൾ എൻ്റെ സ്പൈനിലായിരുന്നു ഡാമേജ് പറ്റിയത്. അത് ചെറിയ ഡാമേജ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് C4 ലെവലിലായിരുന്നു. അതിന് താഴോട്ടേക്ക് ചലനം ഉണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതായത് പല വേർഡുകൾ പോലും, അക്ഷരങ്ങൾ പോലും പലതും പുറത്തേക്ക് വരില്ല. പിന്നെ സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഭക്ഷണം പറ്റി. അതായത് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് സർജറി ചെയ്തിട്ട് കാര്യമില്ല, ഒരു 7 days മാത്രം, അത് ഭാഗ്യമുണ്ടേ ജീവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സർജറി ഒന്നും ചെയ്യണ്ട എന്നായിരുന്നു ഡോക്ടേഴ്സ് പോലും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് സർജറിക്ക് ശേഷം ഒരു വലിയൊരു പീരീഡ് ഞാൻ കോമയിലായിരുന്നു. അതിനുശേഷമാണ് പതിയെ ജീവിതത്തിലേക്ക് വന്നത്. സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി, ചെറുതായിട്ട് കയ്യാനക്കാൻ പറ്റി, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ വീൽ ചെയറിൽ ഇരിക്കുമ്പം ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുമെങ്കിലും ഞാൻ അത്ര ഓക്കെ അല്ല ഫിസിക്കലി. എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കുന്നു. ഈ ആക്സിഡന്റ് സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൂട്ടുകാരനായി അല്ലെങ്കിൽ കൂട്ടുകാരെ കൂടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളായിരുന്നു. ആ സമയത്ത് വായിച്ച പ്രിയപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഏതൊക്കെ? ആക്സിഡന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ PG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആക്സിഡന്റ് പറ്റിയത്. അപ്പം എന്റെ ക്ലാസ്സിൽ ഒരു 10-20 പേരുണ്ടായിരുന്നു. ഞാൻ ഇവരെയൊക്കെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. എൻ്റെ വീട്ടിൽ വരും, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നോട് സംസാരിക്കുന്നുള്ളതൊക്കെ. പക്ഷെ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമായി. വേറൊരു മനുഷ്യനും വീട്ടിലേക്ക് അങ്ങനെ വരും, വല്ലപ്പോഴൊക്കെ വരും, സംസാരിക്കുന്നല്ലാതെ എനിക്കൊരു ഫുൾ ഡേ ഒന്നും ആരും കൂട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ പതിയെ പഠിക്കാം, പുസ്തകങ്ങൾ വായിക്കാം എന്നൊക്കെ വിചാരിച്ചത്. ഈ നോവൽ അല്ലെങ്കിൽ സാഹിത്യത്തിലേക്കൊന്നും എനിക്ക് ആ സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. കാരണം കൂടുതൽ ഡ്രാമ എൻ്റെ ലൈഫിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നി പുസ്തകങ്ങളിലേക്കാളും. അങ്ങനെ ഒരു പാത എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യം ഒരു സമയത്ത് തീരുമാനിച്ചത് എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് എവിടെയെങ്കിലും റിസർച്ചിന് ജോയിൻ റിസർച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ നെറ്റ് ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി പതിയെ സിവിൽ സർവീസ്, കാരണം അതൊരു ഞാൻ പറഞ്ഞല്ലോ, കുറെ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാം. പിന്നെ കരിയർ ആണെങ്കിലും നല്ലതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതിയത് എൻ്റെ വോയിസ് ആരെങ്കിലും കേൾക്കും, എന്നെ കേൾക്കാൻ നാലാളുണ്ടാവുമല്ലോ എന്നുള്ളതാണ്. അങ്ങനെയാണ് സിവിൽ സർവീസ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഒരു കരിയറിന്റെ ഒരു പാത എന്ന് പറയാൻ, എന്റെ ഫാമിലിയൊക്കെ എഡ്യൂക്കേഷനിൽ വളരെ മോശമായിരുന്നു. ഉപ്പയ്ക്കൊന്നും ഫോർമലായിട്ട് എഡ്യൂക്കേഷൻ പോലും കിട്ടിയിട്ടില്ല. എനിക്കൊന്നൊരു 4 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഒരു സെൻട്രൽ സർവീസ് കാര്യം എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. സൊസൈറ്റിക്ക് വീൽ ചെയറിൽ ഇരിക്കുന്ന എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. പക്ഷെ അതല്ല, ഇപ്പം ഞാൻ ഒരു സിവിൽ സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ നാളെ 4 ആളുകൾ വിചാരിക്കില്ല ആ കുട്ടി എത്തിയില്ലേ, ഞങ്ങളും റൂമിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട ആളുകളല്ലല്ലോ എന്ന് ചിന്തിക്കുമല്ലോ എന്നുള്ളത് എന്നെ മാറി ചിന്തിപ്പിച്ചു. എനിക്ക് ആരോടും വാശിയുണ്ടായിരുന്നു, എനിക്ക് എന്നോട് തന്നെ വാശിയായിരുന്നു. എന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു എനിക്ക്. കാരണം ഞാൻ പലപ്പോഴും ആക്സിഡന്റ് പറ്റിയ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും
മരണത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്താലോ, അല്ലെങ്കിൽ എനിക്ക് ജീവിതം വേണ്ടാന്നൊക്കെ. അപ്പം എനിക്ക് എന്നോട് പ്രൂവ് ചെയ്യണമായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇത്ര സ്ട്രോങ് ആണ്, പിന്നെ എന്തിനാ ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. എനിക്ക് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് തന്നെ. സ്വയം വെട്ടിയെടുത്ത വഴികളാണ്. ആ വഴികളില് ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആ വഴിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിരുന്ന കരുത്തായിരുന്ന ആളുകൾക്ക് ആരൊക്കെയായിരുന്നു ഏറ്റവും വലിയ? എന്റെ ലൈഫിൽ എന്റെ കൂട്ടത്തിൽ അന്നും ഇന്നും എന്നും കൂടെ നിന്നിട്ടുള്ളത് എന്റെ ഉമ്മ മാത്രമായിരുന്നു. ഉമ്മ പക്ഷെ എപ്പോഴും കൂടെ ഉണ്ടാവും. എനിക്ക് ഏറ്റവും ആവശ്യം എന്നെ എല്ലാ സമയവും സപ്പോർട്ട് ചെയ്യുന്ന, എന്ത് തന്നെ ആയാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മ. ഇപ്പം ഉമ്മ എനിക്ക് എങ്ങനെ എന്ത് സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പോഴും അതൊക്കെ ദൈവനിശ്ചയാണ്, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ നിൽക്കാൻ ഒരാൾ എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉമ്മ പോലും ഒരാൾ പോലും ഇല്ലാത്ത ആളുകളും ഉണ്ട്. ചിലപ്പോൾ ഉമ്മയുടെ ഈ സപ്പോർട്ട് കൊണ്ടായിരിക്കാം ഞാൻ ഇവിടം വരെ എത്തിയത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്സിഡന്റിന് മുൻപും ശേഷവും വെച്ച് നോക്കുകയാണെങ്കിൽ മുൻപുള്ള സുഹൃത്തുക്കളൊന്നും ആക്സിഡന്റിന് ശേഷം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, റിലേറ്റീവ്സ് അല്ലാതെ. പക്ഷെ ശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആണ് ഇവരൊക്കെയാണ് എന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്തിട്ടുള്ളത്. പഠിച്ച എവിടെയെങ്കിലും എത്തും, എന്തെങ്കിലും സർവീസ് ജോലി കിട്ടണം എന്നൊക്കെ. അതിനു വേണ്ടിയിട്ട് എനിക്ക് ബുക്സ് പ്രൊവൈഡ് ചെയ്യാനും എനിക്ക് മെന്റർഷിപ്പ് തരാനൊക്കെ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഇപ്പോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിയപ്പോ അത് ഉമ്മയായിട്ട് ഷെയർ ചെയ്തപ്പോ ഉമ്മയുടെ വാക്കുകളൊക്കെ ഓർക്കുമ്പോ ഞാൻ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തിട്ട് എനിക്ക് റാങ്കിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ ലൈഫ് ഒരു വലിയ ഡ്രാമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്തും എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, you got that, you are an IAS officer. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കുറെ സഡേഷനൊക്കെ കൊണ്ട് എന്താണ്, കൈക്കൊരു സർജറി വേണ്ടിയിരുന്നു ഒരു ആക്സിഡന്റ് പറ്റിയിട്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഡോക്ടറോടാണ് പറഞ്ഞത്, ഡോക്ടർ കൺഗ്രാറ്റ്സ് എന്ന്. ഞാൻ വിചാരിച്ച ഡോക്ടറിനാണ് സർവീസ് കിട്ടിയത്, കാരണം അത്ര പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എന്താ സംഭവിച്ചത് എന്നുള്ളത് സഡേഷൻ കാരണം. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തുള്ള സന്തോഷവും റിലേറ്റീവ്സിന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 3-4 ദിവസം ഈ പറയുന്ന സഡേഷനൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് വീക്കായിരുന്നു ബോഡിയൊക്കെ. വയനാടിന്റെ ചുരമിറങ്ങി ട്രെയിനിങ്ങിനായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര ആകുമ്പോഴുള്ള അനുഭവങ്ങൾ, പുതിയ കാഴ്ചകൾ കാണുന്നു, പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ ലോകം കാണുന്നു, പുതിയൊരു ചുറ്റുപാടുണ്ടാകും. അപ്പൊ തോന്നിയിട്ടുള്ള ഒരു ഫീല്, ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെ എത്രത്തോളം എക്സൈറ്റ്മെന്റ് കൂടിയാണ് നമ്മൾ കണ്ടത്. ശരിയാണ്. വയനാട് ഞാൻ പണ്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, വയനാടിന്റെ പുറത്ത് പോകണം, ഡിഗ്രിയോ PG ഒക്കെ വേറെ അക്കാദമികളിൽ പഠിക്കണം, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ വയനാട്ടുകാർ കുറച്ച് പാവം പിടിച്ച മനുഷ്യന്മാരാണെങ്കിലും തണുപ്പുള്ള മടിയന്മാരാണെങ്കിലും ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു വയനാട്ടിലെ നല്ല കാലാവസ്ഥയും ഒക്കെ കൊണ്ട് വയനാട്ടിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും വേറെ സുഹൃത്തുക്കളെ കിട്ടുന്നതും കുറെ അനുഭവങ്ങൾ കിട്ടുന്നതൊക്കെ. ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പോൾ. പക്ഷെ എപ്പോഴും വയനാടിനെ മിസ് ചെയ്യും. ഒരു ചരിത്രം കൂടെ തിരുത്തിയിട്ടുണ്ട്. സിവിൽ സർവീസ് മേഖലയിൽ ആദ്യം ഒരു 2 മാസത്തോളം കാലം ഇന്റർവ്യൂ ക്ലിയർ ചെയ്യപ്പെട്ടെങ്കിലും സർവീസിലേക്ക് കയറാൻ വേണ്ടി സാധിച്ചിരുന്നു. ആ ഒരു കാര്യം കൂടി ഒന്ന് പറയാം. അതൊരു പ്രശ്നമല്ലാതെ UPSC ഒരു ചെറിയ ഇപ്പോഴും 2 കൈയും കാലിനും പ്രോബ്ലം ഉള്ള ഒരാളെ UPSC അഡ്മിറ്റ് ചെയ്തിട്ടില്ല മുമ്പ്. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ അവർക്ക് കുറച്ച് താമസം വേണമായിരുന്നു. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് നമ്മൾ അറിയുന്നില്ലല്ലോ ഇത്ര ഒരു ഡിലേ വരും എന്നുള്ളത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് 2 മാസം കൊണ്ട് തന്നെ സർവീസ് കിട്ടി. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ആഫ്റ്റർ ദാറ്റ് അതൊക്കെ ഫസ്റ്റ് എല്ലാവരും മസൂരി പോയപ്പോൾ അയ്യോ പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒബ്വിയസ്ലി അതൊരു UPSCക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. അവർക്കത് ക്ലിയർ ചെയ്യാനായിരുന്നു.
ആ നിയമങ്ങളിലൊക്കെ ചെറിയ മാറ്റം വരുത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് മാറ്റം വരുത്തിയിട്ട് പുതിയ സർവീസിലേക്ക് പുതുതായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി. ഫസ്റ്റ് അറ്റംപ്റ്റിലായിരുന്നു ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. IAS ആയിരുന്നു സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. IASലുള്ള താല്പര്യം ഇപ്പൊ UPSC ആസ്പിരൻസിന് ചില ആളുകൾക്ക് IPS ആഗ്രഹിക്കും ഫസ്റ്റ് ഓപ്ഷൻ, ചിലർ IFS ആഗ്രഹിക്കും. അല്ലാത്തൊരു മെജോറിറ്റി എല്ലാവരും തന്നെ IS തന്നെ ആഗ്രഹിക്കും. നമ്മൾ സിവിൽ സർവീസ് ആവുമ്പോൾ നമ്മൾ ഒരിക്കലും റെയിൽവേനെ കുറിച്ചോ റവന്യൂവിനെ കുറിച്ചോ ഒന്നും ഒരിക്കലും ആലോചിക്കില്ല. നമ്മൾ IS എന്ന് പറയുന്ന ആ സാധനം തന്നെ നമുക്ക് എപ്പോഴും ഒരു ഐഡിയൽ സാധനം എന്ന് പറയുന്നത് അതാണല്ലോ. അത് IS ആയാലാണ് ഇന്നത് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള സാധനം അങ്ങനെയില്ല. എന്നാലും IS ആയാൽ കുറച്ചും കൂടി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിഫറെന്റ് ബിഹേവിയർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് ശ്രമിക്കണം അടുത്ത വർഷം, എൻ്റെ അടുത്ത വർഷമൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടില് ഇപ്പോഴും ഡിസേബിൾഡ് പേഴ്സണിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യം നമുക്കുണ്ടോ? നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു 10 വർഷം മുന്നേ ഉള്ള അതെടുത്ത് നോക്കിയിട്ട് ഇന്നത്തെ സിറ്റുവേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റമാണ്. പുതിയ ബിൽഡിങ്ങുകളെല്ലാം റാമ്പ് വേണം, അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ട് താനും. അങ്ങനെ ഓരോ മാറ്റങ്ങൾ വന്ന് സൊസൈറ്റി കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല, ഇത്ര പോരാ, എന്തായാലും കൂടുതലായിട്ട് വേണം. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 വർഷം മുന്നേ ഉള്ളതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരുപാട് മാറ്റമുണ്ട്. റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് ബോഗിയാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് നമ്മുടെ വീട്ടുകാരോടൊപ്പം നമ്മുടെ കൂട്ടുകാർക്കൊപ്പം സാധാരണ ഒരു യാത്രക്കാരനായിട്ട് എല്ലാവർക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടാവും. അപ്പൊ പുതിയ ട്രെയിനുകൾ വരുന്ന സമയത്ത് ആ ഒരു സൗകര്യം, ആ ഒരു ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ ആലോചനകൾ നടക്കുന്നു. പഴയ ട്രെയിനുകൾക്ക് സീരിയസ്ലി അതില്ല. പക്ഷെ പുതിയ വന്ദേ ഭാരതുകൾക്ക് വളരെ കൺവീനിയന്റ് ആണ്. വളരെ ഇങ്ങനെ ഡോറിന്റെ അവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്, വീൽചെയർ നിർത്തിയിടാനും വീൽചെയർ കയറാനും. അങ്ങനെയുള്ള ട്രെയിനുകൾ കൂടുതലായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. വരും, ഉറപ്പായിട്ടും വരും. കാരണം അങ്ങനെയുള്ള ട്രെയിനുകൾ നമുക്ക് വന്ദേ ഭാരത് വന്നപ്പോഴും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എത്ര ഈസിലി നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സമയത്തിനാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സമയമാണ്. അപ്പം ആ രീതിയിലുള്ള ട്രെയിനുകൾ ഇനിയും വരും. അപ്പോൾ ഒബ്വിയസ്ലി അതും ഇൻക്ലൂസീവ് ആവും. എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അടിതെറ്റി വീഴുന്ന മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരോട് എന്തൊക്കെയാ പറയാൻ? നമ്മള് ഇപ്പം പണ്ടൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് മുഖത്തൊരു പിമ്പിൾ ഉണ്ടായാല് ഒന്നു മതി, ഞാൻ ക്ലാസ്സിൽ പോവില്ല, ഞാൻ പോവില്ല, ഞാൻ ഇത് പോട്ടെ എന്ന് പറഞ്ഞ് ഞാനും വീട്ടിൽ വാശി പിടിച്ചിരിക്കാറുണ്ട്. അന്ന് ഞാൻ വിചാരിക്കുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. അപ്പം ആരെയും കുറ്റം പറയാനില്ല. ഇപ്പം ഞാൻ ഇത്ര സ്ട്രോങ് ആയത് ഞാൻ പറയാതെ എന്റെ അതിജീവനാണ്. എനിക്ക് ഇപ്പം സ്ട്രോങ് അല്ലാതിരിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അപ്പം എല്ലാവരും എന്താ പറയാ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം കൂടുതൽ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാനും പല പിള്ളേരും ചെറിയ ഫോൺ മേടിച്ചു തന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ കയറുന്നില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് കൈയും കാലും ഒക്കെ ഇല്ലേ? അതില്ലാത്ത ആളുകളെ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? നിങ്ങൾക്ക് ജോലി ചെയ്ത് മേടിക്കാലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അപ്പം അതിനോടത്തോളം കാലം വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് മനോഹരമാക്കാൻ. ഓക്കെ, ജീവിതത്തെ ഇപ്പൊ എത്രമാത്രം എക്സൈറ്റ്മെന്റോട് കൂടിയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു ഭയങ്കര പ്രത്യാശയുള്ള ഒരു ജീവിതം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇതെന്റെ ഒരു 2ാം ജന്മമായിട്ടാണ്. ഞാൻ ആക്സിഡന്റ് പറ്റി ബെഡ് കിടക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെന്റെ ഒരു പുതിയ വേർഷൻ ആയിട്ടാണ്. കാരണം ആദ്യത്തെ വേർഷനായിട്ടുള്ള എന്നെ എനിക്ക് നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റും, പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊരു ഏലിയനെ പോലെയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കൂടെയുള്ള ആളുകൾ ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പക്ഷെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ചുമ്മാ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതെന്റെ ഒരു പുതിയ ജന്മമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ആ പുതിയ ജന്മത്തിനെ മോൾഡ് ചെയ്ത് എന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേർഷൻ ആക്കി മാറ്റുന്നത് അത് ഞാൻ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്.